അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന് കഴിഞ്ഞ വർഷത്തിൽ 6ാം ക്ലാസ്സിൽ വന്ന ചോദ്യപേപ്പറാണ്. 6ാം ക്ലാസ്സിൽ ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്മാർട്ട്നെസ് പരിശോധിക്കാനുള്ള ഒരു എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നമ്മൾ നല്ല രൂപത്തിൽ അതിന് ഒരുങ്ങേണ്ടതുണ്ട്. സ്കൂളിലെ പുസ്തകങ്ങളും അതുപോലെ തന്നെ മദ്രസയിലെ പുസ്തകങ്ങളും നല്ല രൂപത്തിൽ പഠിക്കുകയും അതിന് പരമാവധി ലഭ്യമാവുന്ന പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം. നമുക്ക് 80% മാർക്ക് വാങ്ങണം. അത് നിർബന്ധമായിട്ടും കിട്ടുന്ന രൂപത്തിലുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം എന്താണ് ചോദ്യങ്ങൾ വന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളിൽ ആദ്യം വന്ന ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത് എന്നർത്ഥമുള്ള ഫാത്തിഹയുടെ നാമം ഏതാണ്? ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കുക. അൽ ഇബാദ, അസ്സബുൽ മസാനി, ഉമ്മുൽ ഖുർആൻ, അഷാഫിയ എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇതിൽ ആവർത്തിച്ചു പാരായണം ചെയ്യുക എന്നുള്ളതിൻ്റെ? അസ്സബുൽ മസാനി എന്നുള്ളതാണ് അല്ലേ? ബാക്കിയുള്ളതൊക്കെ ഫാത്തിഹയുടെ പേര് തന്നെയാണ്. അഷാഫിയ ഫാത്തിഹയുടെ പേരാണ്, ഉമ്മുൽ ഖുർആനൊക്കെ ഫാത്തിഹയുടെ പേര് തന്നെയാണ്. പക്ഷേ ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത് എന്നുള്ള അർത്ഥം വരുന്നത് അസ്സബുൽ മസാനിയാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ ഒരുപാട് പ്രസ്താവനകളുണ്ട്, അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമാണ്. അത് അല്ലാഹു തആലയുടെ വചനമാണ്. അത് മനുഷ്യ സൃഷ്ടിയാണ്. അത് കാലഹരണപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിലേതാണ് ശരിയായത്? ഏതാണ്? അത് അല്ലാഹു തആലയുടെ വചനമാണ് എന്നുള്ളതാണ് ശരി അല്ലേ? ബാക്കിയുള്ളതൊക്കെ തെറ്റായ പ്രസ്താവനകളാണ് കേട്ടോ. അടുത്തൊരു ചോദ്യമുള്ളത്, തൻവീനിൻ്റെ ഉച്ചാരണ സ്ഥാനം. തൻവീൻ എവിടെ നിന്നാണ് വരുന്നത്? ഈ തൻവീൻ എന്നുള്ളത് ഒരു അക്ഷരമൊന്നുമല്ലല്ലേ? ഏതായാലും അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. തരിമൂക്കിൽ നിന്ന്, ചുണ്ടിൽ നിന്ന്, നാവിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന്. എവിടെ നിന്നാണ് തൻവീൻ്റെ ഉച്ചാരണം ഉള്ളത്? അതെ, തരിമൂക്കിൽ നിന്നാണ് കേട്ടോ. തരിമൂക്കിൽ നിന്നാണ് അത് ഉച്ചരിക്കുന്നത്. അതുപോലെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്തുള്ള കർമ്മം എന്താണ്? താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ്. യാസീൻ പതിവായി ഓതുക, രോഗശമനത്തിന് യാസീൻ ഓതുക, മന്ത്രിക്കുമ്പോൾ യാസീൻ ഓതുക, മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക. ഇതിലേതാണ് ശരിയായത്? മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്നല്ല, ആ മൗത്താക്കും എന്ന് പറഞ്ഞല്ലേ. അടുത്ത ചോദ്യമുള്ളത്, ഖുർആനിലും സുന്നത്തിലും നേരിട്ട് പറയാത്ത വിഷയങ്ങൾക്ക് മതവിധി കണ്ടെത്തുന്നതിന് അവലംബിക്കുന്നത് എന്താണെന്നുള്ളതാണ്. മതവിധി കണ്ടെത്താൻ അവലംബിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ശറഈയ നിയമങ്ങളുടെ അടിസ്ഥാനങ്ങളിലെ അതിൻ്റെ സോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? തഖ്ലീദ് ഉണ്ട്, ഖിയാസ് ഉണ്ട്, ഇൽഹാം ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഇതിലേതാണ് മതവിധി കണ്ടെത്തുന്നത്? നമുക്ക് ഓരോന്ന് നോക്കിയാൽ അറിയാം. തഖ്ലീദ് പറഞ്ഞാൽ എന്താ? ഒരു മുജ്തഹിദിനെ പിൻപറ്റുന്നതിന് പറയണല്ലേ. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലും ഹദീസിലും പറയാത്ത മത നിയമങ്ങൾ അത് ഖുർആനിലും ഹദീസിലും പറഞ്ഞതിനോട് എന്താണ് താരതമ്യപ്പെടുത്തുന്നതാണ് അല്ലേ. ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഏതായാലും ഓരോരുത്തർക്ക് തോന്നുന്ന വിഷയങ്ങളാണ്. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കാലത്തെ പണ്ഡിതന്മാരെ ഏകോപിച്ച അഭിപ്രായങ്ങളാണല്ലേ. അപ്പോൾ മതവിധി കണ്ടെത്തുന്നതിൻ്റെ ഒരു മാർഗ്ഗം എന്താണ്? ഖിയാസാണ് അല്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ പെടാത്തത്. മുജ്തഹിദുകൾക്ക് ഉണ്ടാവുന്ന യോഗ്യതകൾ ഒരുപാട് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടാത്ത കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഖുർആൻ തഫ്സീർ നിദാന ശാസ്ത്രം ആയത്തിൽ അറിയുക, ഹദീസിൽ നല്ല അറിവുണ്ടാവുക, ഭാഷയിലും ഭാഷാവിജ്ഞാനത്തിലും പാണ്ഡിത്യം ഉണ്ടാവുക, ശാസ്ത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും പരിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ്. മുജ്തഹിദിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രവും സാമൂഹിക വിഷയങ്ങളും അത്ര പരിജ്ഞാനം ഉണ്ടാവേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതാണ് പെടാത്ത കാര്യം കേട്ടോ. ഡി ആണ് പെടാത്ത കാര്യം. ഇനി അടുത്ത ചോദ്യം, വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ചെറിയ പാത്രത്തിൽ ശേഖരിച്ചു. വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ചെറിയ പാത്രത്തിൽ ശേഖരിച്ചു, അതുകൊണ്ട് നജസായ വസ്ത്രം അലക്കി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി താഴെ എന്താ പറയണത് നോക്കാം. വസ്ത്രം ശുദ്ധിയാകില്ല, വെള്ളം മുസ്തഅമലാണ്. വസ്ത്രം ശുദ്ധിയാകും, വെള്ളം പകർച്ചയായതാണ്. വസ്ത്രം ശുദ്ധിയാകില്ല, വെള്ളം ത്വാഹിറാണ്. വസ്ത്രം ശുദ്ധിയാകും, വെള്ളം തഹൂറാണ്. എന്താണ് ഇവിടെ ഇതിലേതാണ് ശരി?
നമ്മൾ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളമായതുകൊണ്ട് എന്താണത്? അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണല്ലേ. ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിന് എന്താണ് പറയാം? മുസ്തഅമൽ എന്നാണ് പറയല്ലേ. അപ്പോൾ വെള്ളം വസ്ത്രം ശുദ്ധിയാകില്ല. കാരണം എന്താ? വെള്ളം മുസ്തഅമലാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ് അല്ലേ. ഇനി അടുത്തൊരു ചോദ്യമുള്ളത് ഷീസ് അലൈഹിസ്സലാം എത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണ്. ഷീസ് അലൈഹിസ്സലാം എത്ര വർഷമാണ് ജീവിച്ചത്? 950, 1010, 912, 1000. നമ്മുടെ താരീഖിലുള്ള ചോദ്യമാണ് ഇത്. നമ്മൾ കൃത്യമായിട്ടൊന്ന് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മനസ്സിലാക്കേണ്ട. 912 വർഷമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളും കൂടെ ഒന്ന് കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമുള്ളത് ഷക്കൗത്തു ഇല വക്കീൻ സുഅഹിഫ്ലി എന്നുള്ള പദ്യത്തിൽ പരാമർശിച്ച വക്കീൽ ഷാഫി ഇമാമിൻ്റെ ആരാണ്? ഷക്കൗത്തു ഇല വക്കീൻ അല്ലേ. വക്കീ എന്നവരിലേക്ക് ഞാൻ ആവലാതി ബോധിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. ആരാണ് ഈ വക്കീ എന്നുള്ളതാണ് ചോദ്യം. ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്, ഷാഫി ഇമാമിൻ്റെ മകനാണ്, ഷാഫി ഇമാമിൻ്റെ ഗുണകാംക്ഷിയാണ്, ഷാഫി ഇമാമിൻ്റെ ഗുരുനാഥനാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഷാഫി ഇമാമിൻ്റെ ഗുരുനാഥനാണെന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. വേറൊരു ചോദ്യമുള്ളത് ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് പരിശ്രമിച്ച പ്രഥമ സ്ഥാനത്തുള്ള ആദ്യ സ്ഥാനത്തുള്ള ആളുകൾ ആരാണ്? ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വന്ന ആളുകൾ ആരാണെന്നുള്ളതാണ്. താബിഈങ്ങളാണ്, ഉലമാക്കളാണ്, അഇമ്മത്താണ്, സ്വഹാബത്താണ്. ഏതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു സംഭവമാണല്ലേ. ആരാണ് ആദ്യ ശൃംഖല? ആരാണ്? സ്വഹാബികളാണ് അല്ലേ. ആ ശൃംഖലയിൽ ആദ്യത്തെ ആളുകൾ സ്വഹാബികളാണ്. അടുത്തൊരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ വിശ്വാസികളുടെ നേതാവ് ആരാണ്? വിശ്വാസികളല്ല, അവിശ്വാസികളുടെ നേതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഹാമാനാണ്, നമ്രൂദാണ്, ഫിർഔനാണ്, ഖാറൂനാണ് അല്ലേ. ഓരോ കാലത്തും ഓരോ നബിമാർക്കും ഓരോ ശത്രുക്കളായിട്ട് അതിലൊരു നേതാവ് ഉണ്ടാവില്ലേ. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളാരാണ്? നമ്രൂദാണ് അല്ലേ. അവിശ്വാസികളുടെ നേതാവാണ് നമ്രൂദാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരണത്തിന് ഏൽപ്പിച്ച സ്വഹാബികളിൽ പെടാത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ എന്തെങ്കിലും ഖുർആൻ ക്രോഡീകരണം നടന്നിരുന്നു. അതിനുവേണ്ടി ചില സ്വഹാബികളെ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ പെടാത്ത ആളാരാണെന്ന് ചോദിച്ചത് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ കൂട്ടത്തിൽ പെടാത്ത ആൾ കേട്ടോ. പെടാത്ത ആളെയാണ് ചോദിച്ചത്. ചോദ്യം പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യമുള്ളത് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദി എന്ന നാമം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയാണ്? 5, 4, 2, 8. നമ്മൾ പാഠത്തിൽ പറഞ്ഞതാണല്ലേ. എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വന്നത് 4 പ്രാവശ്യമാണ് അല്ലേ. അടുത്ത ചോദ്യം ഇഖ്ലാസ് സൂറത്തിൻ്റെ പ്രധാന ആശയം ഉൾക്കൊള്ളുന്ന വാചകം. ഇഖ്ലാസ് സൂറത്തിൻ്റെ പ്രധാന ആശയം ഉൾക്കൊള്ളുന്ന വാചകം ഏതാണ്? അല്ലാഹു തആല ഏകനും നിരാശ്രയനുമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമുള്ള ഇത് നൽകുന്നു. പിന്നെ ആരാധനകൾക്കായി അല്ലാഹു മാത്രമേ ഉള്ളൂ. സർവസ്തുതിയും അല്ലാഹു തആലക്കാണ്. ഇതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓക്കെയാണ്. പക്ഷേ ഖുർആനിൽ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്തിൽ എന്താണ് വന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിലെന്താണ്? അല്ലാഹു തആല ഏകനും നിരാശ്രയനുമാണ് എന്നുള്ളതാണ് അല്ലേ ശരി. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? അൽ ബാസിത്ത്, അൽ ബാത്തിൻ, അൽ ബാസിത്ത് എന്നിവയുടെ വിപരീത പദങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അവ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അസ്മാഉൽ ഹുസ്ന നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അർത്ഥവും നമ്മൾ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം കേട്ടോ. അൽ അവൽ അൽ ഹാഫിൽ, അൽ വാസി അൽ ഖാബിൽ, അല്ലാഹിർ അൽ ആഖിർ, അല്ലാഹിർ അൽ ഖാബിൽ എന്നിങ്ങനെയാണുള്ളത്. അപ്പോൾ അൽ ബാത്തിൻ എന്നുള്ളതിൻ്റെ എന്താണ്? അല്ലാഹിർ എന്നാണ് അല്ലേ. അൽ ബാത്തിൻ്റെത് അല്ലാഹിർ എന്നാണ്. അൽ ബാസിത്തിൻ്റെ അൽ ഖാബിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ശരിയായ ആൻസർ ഇതാണ്, ഡി ആണ് കേട്ടോ ശരിയായത്. ഇനി അടുത്തൊരു ചോദ്യമുള്ളത് അള്ളാഹുവിൻ്റെ അത്യുന്നതരായ മലക്കുകളോടൊപ്പമാണ് ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? ഖുർആനിനെ ബഹുമാനിക്കുന്നവർ, ഖുർആൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, ഖുർആൻ സൂക്ഷിക്കുന്നവർ. ആരെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അത്യുന്നതരായ മലക്കുകളോടൊപ്പം പറഞ്ഞത്? ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. അടുത്ത ചോദ്യം മൂസ അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന മതവിഭാഗം ഏതാണ്?
മൂസാ നബി അലൈഹി സ്വലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗമുണ്ട്, അവരാരാണ് എന്നാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് ചോദിച്ചത്. ക്രിസ്ത്യാനികളാണ്, മജൂസികളാണ്, ജൂതന്മാരാണ്, ജൈനന്മാരാണ്. ആരാണ്? ജൂതന്മാരാണ് മൂസാ അലൈഹി സ്വലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ബാക്കിയുള്ള മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യമുള്ളത് തർത്തീൽ എന്ന വാക്കിൻ്റെ പൂർണ്ണ ആശയം എന്താ? എന്താണ് തർത്തീൽ എന്ന് പറഞ്ഞാൽ? ഖുർആൻ വേഗത്തിൽ പാരായണം ചെയ്യുക, ഖുർആനിനെ കൊണ്ട് പുണ്യം നേടുക, ഖുർആനിൻ്റെ ആശയം പഠിക്കുക, ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. എന്താണ് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്? എന്താണ്? ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അടുത്ത ചോദ്യം മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉത്തുർജ എന്നുള്ളൊരു ഇതുണ്ട് അല്ലേ, എന്നൊരു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഉത്തുർജ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ ഉപമിച്ച സംഭവം പഠിച്ചിട്ടില്ലേ? എന്താണ്? മധുര നാരങ്ങ, ആപ്പിൾ, ഈന്തപ്പഴം, മാതളം. ഇതിലേതാണ് ഉത്തുർജ എന്ന് പറഞ്ഞാൽ? മധുര നാരങ്ങയാണല്ലേ, മധുര നാരങ്ങയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് കേൾക്കുന്നവരും ഓതുന്നവരും അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ട സൂറത്ത് ഏത് സൂറത്തിൻ്റെ അവസാനമാണ് കേട്ട ആളുകളും അത് പാരായണം ചെയ്യുന്ന ആളുകളൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ടത്? യാസീൻ സൂറത്തിൻ്റെ അവസാനമാണ്, മുൽക്കാണ്, ഹാഷിയാണ്, ലൈലാണ്. ഏതാണ്? സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തിലാണ് അല്ലേ. എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദ്യം. പ്രത്യേക സമയങ്ങളിൽ ഓതേണ്ടതാണ്, തഖ്വയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നതാണ്, അവസാനമായി ഇറങ്ങിയതാണ്, ഇവയൊന്നുമല്ല. ഇതിലേതാണ് ശരി? അവസാനമായി ഇറങ്ങിയതാണ് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? റസ്മുൽ ഉസ്മാനിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ ശരിയായ പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ പ്രത്യേക അക്ഷരരൂപമാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതാണ്. അത് അറബി അക്ഷരമാലയാണ്. അത് ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ്. ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. റസ്മുൽ ഉസ്മാനിയെ കുറിച്ച് ശരിയായത് ഇതാണ് കേട്ടോ. അത് ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമുള്ളത് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ ആദ്യം നിർമ്മിച്ചത് ആരാണെന്നുള്ളതാണ്. ആരാണ്? മലക്കുകളാണ്. ആദം അലൈഹിസ്സലാമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, മൂസ അലൈഹിസ്സലാമാണ്. ആരെക്കുറിച്ചാണ്? ആദം അലൈഹിസ്സലാമാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അല്ലേ. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താണ്? സമൂദ് ആദ് വംശങ്ങളുടെ പരമ്പര ചെന്നെത്തുന്ന പ്രമുഖ വ്യക്തി ആരാണ്? ആദ് സമൂഹം, അതുപോലെ തന്നെ സമൂദ് ഗോത്രം അല്ലേ, ഇവയുടെയൊക്കെ പരമ്പര ചെന്നെത്തുന്ന പ്രമുഖ വ്യക്തി ആരാ? നൂഹ് അലൈഹി സ്വലാമിൻ്റെ മകൻ സാമ്, നൂഹ് അലൈഹി സ്വലാമിൻ്റെ മകൻ ഹാമ്, നൂഹ് അലൈഹി സ്വലാമിൻ്റെ മകൻ കനാൻ, ആദം അലൈഹി സ്വലാമിൻ്റെ മകൻ ഹാബീൽ. ഇതിലേതാണ് ശരി? നൂഹ് അലൈഹി സ്വലാമിൻ്റെ മകൻ സാമാണ് കേട്ടോ. സാമിലേക്കാണ് ഇതൊക്കെ എത്തിച്ചേരുന്നത്. അടുത്ത ചോദ്യം ചാവുകടലിൽ ഒരു പ്രവാചകനെ ധിക്കരിച്ചതിൻ്റെ ചരിത്രമുണ്ട്. ആ പ്രവാചകൻ ആരാ? ചാവുകടലിന് കേട്ടോ. ചാവുകടലിന് ഒരു പ്രവാചകനെ ധിക്കരിച്ച ചരിത്രമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്വാലിഹ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം. ആരാണ്? ഹൂദ് നബിയാണോ? അല്ലല്ലേ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് ചാവുകടലുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലേ. പിന്നെ അടുത്തൊരു ചോദ്യം ആകാശത്തും ഭൂമിയുള്ള സർവ്വരും ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. മതവിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക്, ഭക്തിയോടെ നിസ്കരിക്കുന്നവർക്ക്, രഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, മതവിജ്ഞാനം പഠിപ്പിക്കുന്നവർക്ക്. ആർക്ക് വേണ്ടിയാണ് അങ്ങനെ? മതവിജ്ഞാനം പഠിപ്പിക്കുന്നവർക്ക് അല്ലേ. ആർക്ക് വേണ്ടിയാണ്? അടുത്ത ചോദ്യം ഔസത്തു അബ്വാബിൽ ജന്ന ഹദീസിലെ ഔസത്തിൻ്റെ വിവർത്തനം എന്താണ് ഈ ഔസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തമവും ഉന്നതവുമായ, മധ്യഭാഗത്തുള്ള, വിശാലമായ, തുറന്നുവെച്ച. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തമവും ഉന്നതവുമായ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ അടുത്തൊരു ചോദ്യം, നമുക്ക് അങ്ങനെ ഒരു പാഠം കിട്ടും. ആ പാഠം ഒന്നുകൂടി നല്ല രൂപത്തിൽ മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാവും. അടുത്ത ചോദ്യം ഉള്ളത് അഷേഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു കർമ്മരംഗം.
അദ്ദേഹം എന്തോന്ന് ചെയ്തിട്ട് വളരെ പ്രസിദ്ധനായിട്ടുണ്ട്. എന്താണത് എന്നുള്ളതാണ് ചോദ്യം. വൈജ്ഞാനിക രംഗം, പ്രഭാഷണ രംഗം, രോഗശുശ്രൂഷയും ജീവകാരുണ്യവും, യുദ്ധവും പ്രതിരോധവും. ഇതിലേതാണ് അദ്ദേഹം പ്രസിദ്ധനായത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു നായയെ ശുശ്രൂഷിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണത്? രോഗശുശ്രൂഷയും ജീവകാരുണ്യത്തിലുമാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? അത്തക്വീർ 81 അത്തക്വീർ, 82 ഡാഷ്, 83 മുത്തഫിഫീൻ, 84 ഇൻഷിഖാഖ്. വിട്ടുപോയ സൂറത്ത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം ഇതിൽ ഒരു ഓർഡർ പ്രകാരം കൊടുത്തേക്കാണ്. ഇതിൻ്റെ ഇടയിലൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓർഡറൊക്കെ പഠിക്കണം കേട്ടോ. ത്വാരിഖാണ്, നാസിയാത്താണ്, ഇന്തിദാറാണ്, ആബസയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സൂറത്തുകളുടെ ഓർഡറുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. എന്താണ്? അൽ ഇൻഫിത്താർ ആണ്, ഇൻഫിത്താർ. അടുത്ത ചോദ്യമുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ഏതാണെന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് അതാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി ബിസ്മില്ലാഹി അൽഹംദുലില്ലാ. അങ്ങനല്ലേ ഒന്നാമത്തെ ആയത്ത് നമുക്കറിയാം. ബിസ്മില്ലാ എന്നുള്ളത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണല്ലേ. അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് മദ്രസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരിക. അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്കൂൾ ജനറൽ ചോദ്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ നല്ല രൂപത്തിൽ സ്കൂളത്തെ പുസ്തകങ്ങളും ജനറൽ നോളജൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നത് നോക്കാം. ഒന്നാമത് ജലത്തിൻ്റെ രാസസൂത്രം എന്താണെന്നുള്ള, ജലത്തിൻ്റെ രാസവാക്യം അല്ലേ, എന്താണ്? NaCl H2O HNO3 CaSiO3. ഏതാണ്? ജലത്തിന് എന്താ പറയുക? വളരെ ഈസിയാണല്ലേ, H2O എന്നാണ് പറയുക കേട്ടോ. അടുത്തൊരു ചോദ്യം ഉള്ളത് നായയുടെ ഏറ്റവും ശക്തമായ ബോധം. നായക്ക് ഏറ്റവും ശക്തമായ ഒരു ബോധം ഏതാണുള്ളത്? സ്പർശനമാണ്, കേൾവിയാണ്, മണമാണ്, രുചിയാണ്. ഏതാണ് ഏറ്റവും നായക്ക്? സ്മെല്ലിലെ മണമാണ് നായക്ക് ഏറ്റവും ശക്തമായ ബോധം. അതുകൊണ്ടാണ് പോലീസ് നായ്ക്കളൊക്കെ അല്ലേ, പോലീസൊക്കെ നായകളെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യമുള്ളത് ശരീരത്തിൻ്റെ ഘടനയെ നിയന്ത്രിക്കുന്ന സംവിധാനം എന്താണ്? ശരീരത്തിൻ്റെ നമുക്കൊരു ഘടന ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമ്മളും അതുപോലെ തന്നെ മൃഗങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളെ ഘടന അതിനെ ഇതാക്കണം എന്താണ്? രക്തചംക്രമണ സംവിധാനമാണ്, ദഹന വ്യവസ്ഥയാണ്, നാഡീവ്യൂഹമാണ്, അസ്ഥികൂട വ്യവസ്ഥയാണ്. ഏതാണ് നമ്മുടെ ഘടനയെ ശരിയാക്കുന്നത് അല്ലേ? അത് എന്താണ്? അസ്ഥികൂട വ്യവസ്ഥയാണ് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഭൂമിയെ ചുറ്റപ്പെട്ട വാതകപാളി ഏതാണ്? ഭൂമിയുടെ ചുറ്റുമായിട്ട് ഒരുപാട് പാളികളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ വാതകപാളി ഏതാണ്? ഹൈഡ്രോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഓസോൺ പാളി. ഇതിലേതാണ് ഭൂമിയുടെ വാതകപാളി? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ഫിയറുകളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? നക്ഷത്രങ്ങൾ നീങ്ങുന്നതായി കാണപ്പെടുന്നു. നക്ഷത്രങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അത് എന്താണ്? എങ്ങനെയാണത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, അതുപോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്, വടക്ക് നിന്ന് തെക്കോട്ടാണ്, തെക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഏതാണ് ശരി? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അല്ലേ. അടുത്ത ചോദ്യമുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രയോഗം സൃഷ്ടിച്ച നേതാവ് ആരാണെന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ? ആരാണത്? മഹാത്മാഗാന്ധിയാണ്, ജവഹർലാൽ നെഹ്റു ആണ്, സർദാർ പട്ടേലാണ്, AC ബോസ് ആണ്. SC ബോസ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് കൊണ്ടുവന്നത്. അടുത്തത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ? പണം കൈമാറ്റം ചെയ്യുന്ന സംവിധാനം, സാധനങ്ങളുടെ കൈമാറ്റ സംവിധാനം, സേവനങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്യുന്ന സംവിധാനം, സാധനങ്ങൾ പണമായി കൈമാറ്റം ചെയ്യുന്ന സംവിധാനം. ഇതിലേതാണ് ബാർട്ടർ സംവിധാനത്തോട് യോജിച്ചത്? സാധനങ്ങളുടെ കൈമാറ്റ സംവിധാനമല്ലേ. സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക അല്ലേ. ആ സംവിധാനത്തിനാണ് ബാർട്ടർ സംവിധാനം എന്ന് പറഞ്ഞ കേട്ടോ, സമ്പ്രദായം. പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത് എന്താണ്? ഇന്ത്യയിൽ നെല്ല് ആദ്യമായി കൃഷി ചെയ്ത സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളത്. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് നെല്ല് കൃഷി ചെയ്തത്? കീർത്തർ, പിന്നെ ഗോരോ ഹിൽസ്, പിന്നെ കുട്ടനാട്, വിന്ധ്യാസ് ഹിൽസ്. ഇതിലേതാണ് ആദ്യമായിട്ട്? വിന്ധ്യാസ് ഹിൽസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് കോമൺവെൽത്ത് ഏഷ്യ ഗെയിമുകളിൽ സ്വർണം നേടിയ ആദ്യം ഇന്ത്യൻ വനിതാ ഗുസ്തി താര ആരാണെന്നുള്ളതാണ്. അൻഷു മാലിക്, സാക്ഷി മാലിക്, മേരി കോം, വിനോഷ് ഫോഗട്ട്. ആരാണ്? വിനോഷ് ഫോഗട്ടാണ് ഇതിൽ ആദ്യമായിട്ട് വാങ്ങിയ കേട്ടോ.
അത് ഉള്ളത് ഇന്ത്യയിലെ ദേശീയ സിവിൽ സർവീസ് ദിനം ഏതാണെന്നുള്ളതാണ്. ഏപ്രിൽ 21, ഏപ്രിൽ 22, സെപ്റ്റംബർ 21, സെപ്റ്റംബർ 22. ഇതിലേതാണ് ശരി? ഏപ്രിൽ 22 ഏപ്രിൽ 21 ശരി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തില്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇത് വന്നാൽ എന്തായാലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് ഇന്ത്യയിലെ ദേശീയ സിവിൽ സർവീസ് ദിനം ഏതാണെന്നുള്ളതാണ്. നിങ്ങൾ കണ്ടുല്ലേ. പിന്നെ ഒരു പൂവിൻ്റെ ഏറ്റവും ഉള്ളിലെ ഭാഗം, പൂവിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഏതാണ്? വിതളകളാണ്, പിസ്റ്റലാണ്, ഇതളുകളാണ്, കേസരങ്ങളാണ്. ഏതാണ്? പിസ്റ്റിൽ ആണല്ലേ. പിസ്റ്റിലാണ് ഒരു പൂവിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം കേട്ടോ. അടുത്ത ചോദ്യം, അറബിക്കടലിലെ ഇന്ത്യൻ ദ്വീപ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്, മാലിദ്വീപാണ്, ലക്ഷദ്വീപാണ്. ഇവ ഒന്നുമല്ല. ഏതാണ്? അറബിക്കടലിലുള്ള ദ്വീപുകൾ ഏതാണ്? ലക്ഷദ്വീപുകളാണ് അല്ലേ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇംഗ്ലീഷിലുള്ള ചോദ്യമാണ്. ഐ വാണ്ടഡ് ടു പ്ലേ, ഇറ്റ് വാസ് റെയിനിങ്. അപ്പോൾ പ്ലേ ആണ് കേട്ടോ. ഐ വാണ്ടഡ് ടു പ്ലേ ബട്ട് ആൻഡ് സോ ബിക്കോസ്. ഇതിലേതാണ്? ഐ വാണ്ടഡ് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മഴയാണല്ലേ, കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് വേണ്ടത്? ബട്ട് എന്നാണ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം ഉള്ളത് ഷീ ദ ഡിഷസ് റൈറ്റ് നൗ. എന്താണ് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ? എന്താ? വാഷ്, വാഷസ്, ഈസ്, വാഷിംഗ്, വാഷ്ഡ്. എന്താണ് അവിടെ റൈറ്റ് നൗ എന്നുള്ളതുകൊണ്ട് എന്താണ്? ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയ ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? ഈസ് വാഷിംഗ് എന്ന് വേണം കേട്ടോ. ഈസ് വാഷിംഗ്. അപ്പോൾ അതുകൊണ്ട് ഷീ ഈസ് വാഷിംഗ് എന്നാണ് വേണ്ടത് കേട്ടോ. ഷീ ഈസ് വാഷിംഗ് ദ ഡിഷസ് റൈറ്റ് നൗ കേട്ടോ. അടുത്ത ചോദ്യം. അപ്പോൾ ഇംഗ്ലീഷിലെ ഗ്രാമറൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരു 2-3 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ദിസ് ഈസ് ബുക്ക് ഡാഷ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് അല്ലേ. ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ഇതിൽ ഏതാണ്? വിച്ച്, ദാറ്റ്, ഹൂ, വെയർ. എന്താണ് വേണ്ടത്? ദിസ് ഈസ് ബുക്ക് അല്ലേ. അവിടെ അപ്പം ഇനി ആ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹൂ, വെയർ എന്നതിലും ശരിയാവില്ല. ദാറ്റും വിച്ചുമാണ് ചെറിയ രൂപത്തിലെങ്കിലും ശരിയാവും. അപ്പോൾ ഇവിടെ വേണ്ടത് സാധാരണ ഉണ്ടാവാറുള്ള വിച്ചാണ്. അപ്പോൾ വിച്ച് എന്നുള്ളതാണ് വേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് ദ സ്റ്റുഡൻസ് ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. ദ സ്റ്റുഡൻസ് യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആറും ഈസൊന്നും ഏതായാലും പറ്റില്ല അല്ലേ. പിന്നെ വാസും വേറുമാണ് ഒരു ചെറിയൊരു സാധ്യത ഉള്ളത്. അപ്പോൾ പിന്നെ സ്റ്റുഡൻസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇത് പ്ലൂരൽ ആയതുകൊണ്ട് എന്താണ് വേണ്ടത്? വേർ അല്ലേ. ദ സ്റ്റുഡൻസ് വേർ പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? 34ൻ്റെ റോമൻ സംഖ്യ എഴുതുകയാണ്. റോമൻ അക്കങ്ങളെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ഉള്ളത്. നമ്മൾ റോമൻ അക്കങ്ങൾ പഠിച്ചില്ല. സ്കൂളിലൊക്കെ നമ്പർ, നമ്മളെ ക്ലാസ് മുറികളുടെയൊക്കെ നമ്പർ എഴുതൽ എങ്ങനെ ഉണ്ടാവല്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ രൂപത്തിലാണ് നമ്പർ ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ ഈ രൂപത്തിലുള്ള നമ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറുകളിൽ 34 എങ്ങനെ എഴുതാവുന്നതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? 4 ഇങ്ങനെയാണ് എഴുതുക, 10 ഇങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് 10, 20, 30, 34 കിട്ടത്. 10, 20, 30 എന്തെന്താ 5 35. 4 ഇങ്ങനെയല്ല, 4 ഇങ്ങനെ കേട്ടോ. പിന്നെ 1, 2, 3, 4. അപ്പോൾ 34 എന്നുള്ളത് ഏതാണ്? ഇതാണ് 34 കേട്ടോ. എ എന്നതിലാണ് 34നോട് യോജിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റോമൻ അക്കങ്ങൾ എല്ലാ ക്ലാസ്സിലെയും ചോദ്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് 4:25 മുതൽ വൈകുന്നേരം 5 മണി വരെ എത്ര മിനിറ്റ് ഉണ്ട്? 4:25 മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നുള്ളതാണ് അല്ലേ. 4:25 ആയത്. 25 ഇനി 5 മണി വരെ ആകുമ്പോഴത്തേന് എന്തുണ്ടാവും? ഇവിടെ 30 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് 30 ഉണ്ടാവും. ഇവിടെ 5 മിനിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 35 മിനിറ്റാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കും ഉത്തരം 45 മിനിറ്റ് ഉണ്ട്, 32 മിനിറ്റ് ഉണ്ട്, 35 മിനിറ്റ് ഉണ്ട്, 36 മിനിറ്റ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി എന്താണ്? 35 മിനിറ്റാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് 12, 18 എന്നിവയുടെ ഉസാഗ എന്താണെന്നുള്ളതാണ്. എന്താണ് ഉസാഗ എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുകയായിരിക്കില്ലേ. ഉസാഗ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്ന സാധാരണ ഘടകം അല്ലേ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഓരോ ഇതിൻ്റെയും ഘടകം കണ്ടെത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 12ൻ്റെയും ഇവിടെ 12 അല്ലേ,
12, 18 ഇതിൻ്റെ ഘടകങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട് അല്ലേ. അതുപോലെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 18 ഉണ്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക 12ൻ്റെയും 18ൻ്റെയൊക്കെ ഘടകങ്ങൾ വരിക. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? ഇവിടെ 6 ഇവിടെ 6 6 ഇതിൻ്റെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ ഹയസ്റ്റ് കോമൺ ഫാക്ടറും അതുപോലെ തന്നെ ലസാഗു ഉസാഗ അല്ലെ രണ്ടും ഉണ്ട്, ലോവസ്റ്റ് കോമൺ ഫാക്ടറും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം 6, 12, 3, 9 എന്നിങ്ങനെയുണ്ട്. എന്താണ് 6 ശരി കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? 35 ആളുകൾ 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 10 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളും പല ക്ലാസ്സുകളിലെയും ചോദ്യപേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ വർഷം അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ പഠിച്ചു വെക്കുക എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ 35 ആളുകളാണുള്ളത്. 35 ആളുകൾ 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി. അപ്പോൾ 35 ആളുകൾ 8 ദിവസം കൊണ്ട് എത്ര ജോലി പൂർത്തിയാക്കുന്നത്? 35 × 8 ചെയ്ത് നോക്കിയാൽ കിട്ടും. 35 × 8 എന്ന് ചെയ്ത് നോക്കിയാൽ 5 8 40, 3 8 24, 24, 5 8 40 സിസ്റ്റം 4, അപ്പം 28, 280 എന്ന് കിട്ടും. 280 ജോലിയാണ് എന്ത് ചെയ്യുക 35 ആളുകൾ 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ 280 ജോലിയാണല്ലോ കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ എന്താണ് ജോലി 10 ആളുകൾ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി 280നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 28 എന്നാണ് കിട്ടുക കേട്ടോ. 280. അപ്പോൾ 10 ആളുകൾ എന്താണ് ചെയ്യുകയാണെങ്കിൽ 28 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ എന്ത് ചെയ്യും? ആ ഉത്തരം കിട്ടും. അപ്പം അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കൊടുത്ത് എന്തൊക്കെയാണ്? 38 ഉണ്ട്, അതുപോലെ 28 ഉണ്ട്, 19 ഉണ്ട്, 17 ഉണ്ട്. ഏതാണ്? 28 ശരി ഉത്തരം. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യമാണ് കഴിഞ്ഞ വർഷത്തിൽ 6ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ല രൂപത്തിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക. അതുപോലെ ജനറൽ നോളജുകളും ഇംഗ്ലീഷിലെ ഗ്രാമറൊക്കെ കുറച്ച് മനസ്സിലാക്കുക, മാത്സും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.